ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. 1K എന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല, ബട്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ 1K നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയും അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അതുപോലെ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്, അത് മീൻസ് ഹോൾ വീഡിയോസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് അങ്ങനെയാണ് ഞാൻ റിവ്യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മിന്ത്ര ഹോൾ വീഡിയോ ആണ്. മിന്ത്രന്ന് ട്രൈ ആക്കിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് കണ്ടാലോ. ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കുന്നത് എപ്പോഴത്തും പോലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഞാൻ എന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ധരിക്കാൻ. ബിക്കോസ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും എളുപ്പമായിട്ടും ഈസി ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയെന്നാണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ്. പ്രത്യേകിച്ച് ഇങ്ങനെ സ്റ്റൈലിംഗ് അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ട, ഒരു ഷർട്ട് ആൻഡ് ജീൻസ് അത് മതി നമുക്ക് കാഷ്വലായിട്ട് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇഷ്ടമാണ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ ഷർട്ട്സിന്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ഞാൻ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഷർട്ട്സിന്റെ വീഡിയോസ് ആണ്. അപ്പം ഇന്നും ഒരു ഷർട്ടാണ്, ഒരു ബ്ലാക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്, അടിപൊളിയാട്ടോ. ഇത് വന്നിട്ട് ഗ്ലിച്ചസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കേട്ടോ. നമ്മൾ മിന്ത്രയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ് ആട്ടോ ഈ ഒരു ബ്രാൻഡ്സിൽ വരുന്നത്. ഈ ഒരു ബ്രാൻഡില് ഇത് വന്നിട്ട് ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഓവർ സൈസ്ഡ് ആണ്. ഞാൻ ഇതിന്റെ സൈസ് ചൂസ് ചെയ്ത് മീഡിയം ആണ് കേട്ടോ. എന്റെ നോർമൽ സൈസാണ് ചൂസ് ചെയ്തത്, ബട്ട് ഇത് നല്ല ലൂസായിട്ട് കിടക്കുന്നതാണ്. മീഡിയം തന്നെ നല്ല ഓവർ സൈസ്ഡ് ആണ് കേട്ടോ. അതുപോലെ കുറച്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, ഈ ഒരു ലെങ്ത്തിലാട്ടോ ഇത് വരുന്നത്. ഇതവിടെ സൈഡിൽ ഒരു പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്ലാക്ക് ബട്ടൺസ് ആണ് ഇതിന്റെ സെയിം. ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഒരു റൈറ്റിംഗ് ഒക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ ഈ ഒരു ചെറുതായിട്ട് ഇങ്ങനെയാണ് പ്ലീറ്റ്സ് കൊടുത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെ ആട്ടോ. ഇതിന്റെ സ്ലീവ്സ് നോർമൽ ആയിട്ടുള്ള ഒരു സ്ലീവ്സ് തന്നെയാണ്, നല്ല ലൂസ് ആൻഡ് ഫിറ്റിൽ വരുന്ന. ഇതിന്റെ പ്രൈസ് വന്നിട്ട് പ്രൈസൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് ഓർമ്മയില്ല, ഐ തിങ്ക് ഇതൊരു 500 ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നു കേട്ടോ. അപ്പം ഇതിന്റെ വേറെയും ഒരു വൈറ്റ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്. നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്ക് ഒക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്, എല്ലാവരും അധികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളറാട്ടോ ബ്ലാക്ക്. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റൈൽ ചെയ്ത വീഡിയോസ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം കേട്ടോ, സൈസും കാര്യങ്ങളൊക്കെ. അപ്പൊ സൈസ് ചൂസ് ചെയ്യുമ്പോൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. നോർമൽ തന്നെ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കണ്ടാലോ. നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്, ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് സസ്ഫ്രാസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ബ്രാൻഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സസ് ആണ് ഈ ഒരു ബ്രാൻഡിൽ വരുന്നത് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസ് ആണ്. ഇതൊരു നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്, ബ്ലാക്ക് സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ. അപ്പൊ ഞാൻ ഇതിന്റെ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. എന്റെ നോർമൽ സൈസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോർമൽ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിലും അതുപോലെ തന്നെ നല്ല ലൂസ് ഫിറ്റിലാട്ടോ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതിന്റെ ബട്ടൺസ് ഒക്കെ നോക്കിയാൽ നല്ല ഈ ഒരു ബട്ടൺസ് ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ടാണ് ഈ ബട്ടൺസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളതാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്, അത്ര കട്ടിയിലൊന്നുമല്ല. കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്, കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രൈസ് കുറച്ച് ഞാനൊരു 700 സംതിങ്ങിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 600, 700, 800 ആ ഒരു റേഞ്ചിലാട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. ബട്ട് ആ ഒരു പ്രൈസിന് അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് അടുത്ത കണ്ടാലോ.
അപ്പം ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നതും ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഒരു എബവ് നീ ലെങ്ത് ആയിട്ട് വരുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയിൽ കേട്ടോ വന്നിട്ട്. ഇത് വന്നിട്ട് ഞാൻ സൈസ് ചൂസ് ചെയ്ത് ലാർജാണ്. അപ്പോൾ ലാർജ് ചൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ലൂസ് ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഞാൻ ലാർജാണ് ചൂസ് ചെയ്തത്, എന്താണെന്നറിയില്ല, ഞാൻ അപ്പോൾ ലാർജാട്ടോ ചൂസ് ചെയ്ത്. പക്ഷെ ലാർജ് നല്ല ലൂസാണ്. സ്ലീവ്സ് ഒക്കെ അത്യാവശ്യം നല്ല ലൂസിലാട്ടോ വരുന്നത്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇതുപോലെ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൂസ് ഫിറ്റ് ആണ്. അപ്പോൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ ഈ ഒരു സെയിം ഒരു ഗ്രീൻ ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് എബവ് നീ ലെങ്ത് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് ഇത് 500 ബിലോയിലാണ് കേട്ടോ. 449 അങ്ങനെ എന്തോ ആ ഒരു പ്രൈസിനാണ്. അപ്പം അത്രയൊക്കെ തന്നെയുള്ള ഇതിൻ്റെ പ്രൈസ് വരുന്നു കേട്ടോ. 500 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതൊക്കെ സ്റ്റൈൽ ചെയ്ത വീഡിയോസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇതിൻ്റെ ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. നോർമൽ സൈസ് എല്ലാം നിങ്ങൾക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിൽ കിട്ടും. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടാലോ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ലോങ് ഷർട്ട് ഡ്രസ്സാണ്. ഒരു ആംഗിൾ ലെങ്ത്തിലൊക്കെ വരുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ ഇതുപോലെ ചെക്കായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ബ്ലാക്കും കുറച്ച് കളേഴ്സൊക്കെ മിക്സ് ആയിട്ട് നല്ലൊരു ചെക്കായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇവിടെ ഇതുപോലെ ഒരു പ്രിൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിൽ എന്നാണ് തോന്നുന്നു കേട്ടോ. ഇതുപോലെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ നെക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നോർമൽ ഷർട്ടിനൊക്കെ പോലെ തന്നെ നെക്ക് വന്നിട്ടുള്ളത്. ബട്ടൺസ് സെയിം ആ ഒരു വൈറ്റ് കളറിലുള്ള ബട്ടൺസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ട്, രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് ഇതുപോലെ നോർമലായിട്ടുള്ള നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ സ്ലീവ്സ് പോലെ ഇതുപോലെ കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പോക്കറ്റിന്റെ മുകളിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതും ഗ്ലിച്ചസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. ഈ ഒരു ബ്രാൻഡിൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജീൻസിലും ഷർട്ട് ഡ്രസ്സിലും ഷർട്ട്സിലൊക്കെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടോ. 500, 600 ആ ഒരു റേഞ്ചിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ച വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ വേറെയും ഒരു കളർ ഷെയ്ഡും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ സൈസ് ഞാൻ ചൂസ് ചെയ്ത് നോർമൽ മീഡിയം സൈസ് ആട്ടോ. മീഡിയം തന്നെ നല്ലൊരു ലൂസ് ഫിറ്റിലാണ് വരുന്നത്. അപ്പോൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതിയാവും. പിന്നെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ ലോങ് ഷർട്ട് ഡ്രസ്സൊക്കെ ഇടാൻ വെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ഒരു ട്രെൻഡി ആയിട്ട് നല്ല മോഡസ്റ്റ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു ഷർട്ട് തന്നെയാണ് കേട്ടോ. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സാറ്റിൻ മെറ്റീരിയൽ ആട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഈ ഒരു മെറ്റീരിയലുള്ള ഷർട്ട്സ് ഒക്കെ അടിപൊളിയാട്ടോ. നമുക്ക് കാഷ്വലായിട്ടും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടോ അല്ലാണ്ട് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പം ഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഇതുപോലത്തെ ഷർട്ട്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ട് സാറ്റിൻ ക്ലോത്ത് മെറ്റീരിയൽ നല്ലൊരു പാർട്ടി ലുക്കൊക്കെ തരുന്ന ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ഞാൻ സൈസ് ചൂസ് ചെയ്ത് ലാർജാണ്. ലാർജ് നോർമൽ അല്ല, ഒരു സൈസ് അപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് ഒരു അത്യാവശ്യം കുറച്ച് ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ള. നോർമൽ സൈസ് എടുത്താലും മതിയാവും, ഒരു കറക്റ്റ് ഫിറ്റിൽ വന്നോളും. ഞാനൊരു സൈസ് അപ്പ് എടുത്താൽ ബട്ട് എനിക്ക് ഓക്കെ ആട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ചിലതൊക്കെ നമ്മൾ നോർമൽ സൈസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ വരും. ചിലത് നമ്മൾ ഒരു സൈസൊക്കെ അപ്പ് എടുക്കും എന്നെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റിലാക്സ്ഡ് ഫിറ്റിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ലാർജ് എൻ്റെ സൈസ് ചാർട്ടൊക്കെ നോക്കിയപ്പം എനിക്ക് ലാർജാണ് ചൂസ് ചെയ്യാൻ നോക്കിയത്. അപ്പം നിങ്ങൾ എപ്പോഴും സൈസ് ചാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ബസ് സൈസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓവർ സൈസ്ഡ് ആണോ റെഗുലർ ഫിറ്റ് ആണോ ഒക്കെ നോക്കുക. ഓവർ സൈസ്ഡ് ആണെങ്കിൽ നോർമൽ സൈസ് ചൂസ് ചെയ്യുക. അതല്ല റെഗുലർ ഫിറ്റ് ആണെങ്കിൽ ഒരു സൈസ് അല്ലെങ്കിൽ 1 or 2 സൈസ് അപ്പ് എടുക്കാം. അപ്പം നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫിറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിന് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള സെയിം ഒരു ബ്ലാക്ക് കളറിലെ ബട്ടൺസ് ആണ്. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ക്രീം കളറിലുള്ള കളറാട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു ഗ്ലേസിംഗ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാൻ. അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ള ഒരു 700 സംതിങ് ആ ഒരു പ്രൈസ്
പ്രൈസിനാട്ടോ. ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇങ്ങനത്തെ സാറ്റിൻ ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ വന്നിട്ടുള്ളതല്ല. അപ്പം ആ ഒരു പ്രൈസിന് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് സൈസും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ കമന്റ്സിൽ. അപ്പൊ നിങ്ങൾ സൈസ് ഞാൻ ഇവിടെ എന്താ പറയാ ഇതിൽ മെൻഷൻ ചെയ്യാം. അതല്ല ഷോർട്ട് വീഡിയോസിന്റെ ഒക്കെ താഴെ നിങ്ങൾ സൈസൊക്കെ ചോദിക്കുമ്പോൾ പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് സൈസും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ സൈസും ഞാൻ വേറെ ചെയ്ത സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് DM-ൽ ലിങ്ക് വരും. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും സൈസും കാര്യങ്ങളൊക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഇതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ